ആഷിറും പിള്ളേരൊക്കെ തൂക്കി കിടിലം പടം. വളരെ വളരെ നല്ലതായിരുന്നു. വാഴ 1-നെക്കാട്ടിലും 2 ഒന്നും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി എല്ലാം കൊണ്ടും. ആൻഡ് വെരി ബ്രില്യൻറ്റ് ടീം ആൻഡ് ബ്രില്യൻറ്റ് വർക്ക് capturing all the emotions. So I feel this is like a brilliant job by the whole team of Vaഴ. So like just glad. വളരെ 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 ഇഷ്ടപ്പെട്ടു. കിടിലം പടം പോയി കാണും. വിഷയം പടം. ആ മനുഷ്യനൊക്കെ വേറെ റേഞ്ച്. കിടിലം പടം. ഇമോഷണലി കരഞ്ഞിത് ഊരി കഴിഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണൊക്കെ നിറഞ്ഞാകെ തുളുമ്പിരിക്കണം. ഇമോഷണലി കിടിലം പടം. ഒരു ഹോൾ ഹാർട്ടഡ് പടം. ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയുണ്ട്. മ്യൂസിക്സും എല്ലാം നല്ല, വേറെ ചെയ്തിരിക്കുന്ന എല്ലാ ട്രാക്സും ഭയങ്കര രസമുണ്ട്. അടിപൊളി പടം. എല്ലാവരും പോയി കാണണം. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ കാണുന്നത്. പെർഫോമൻസ് സന്തോഷം. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ട് പടം. സൂപ്പർ പടം. ഓക്കെ, സൂപ്പർ അല്ലേ? വാഴട്ട് പൊളിച്ചു നന്നായിരുന്നു. പ്രേമത്തിന് എന്താ കുഴപ്പം? ടീച്ചറാ. ആദ്യത്തെ പടമാണ്, എല്ലാവരുടെ അനുഗ്രഹവും വേണം. ശരി, അടിപൊളിയായിരുന്നു. എല്ലാവരും പൊളിച്ചു. സൂപ്പർ പടമായിരുന്നു. പിന്നെ ഇമോഷണലായി, മോഷൻ സീൻസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ മൂവിയായിരുന്നു. പടം അടിപൊളി. കുറേ ചിരിക്കാനും കുറേ കരയാനും ഒക്കെ ഉണ്ട്. അടിപൊളി പടം. നിങ്ങൾ കണ്ടില്ലേ? ഭയങ്കര ഇമോഷണൽ ആൻഡ് ഫൺ എലിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഹാഷിർ, അലൻ, അജൻ, വിനായക് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ അലൻ്റെ അനിയത്തിയായിട്ട് ചെയ്ത കുട്ടി അടിപൊളിയായിട്ട് ചെയ്തു. ഏഞ്ചൽ എല്ലാവരും നല്ലതായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്ക് ഇമോഷണലായി. അതെ, കുട്ടികൾക്ക് എല്ലാവർക്കും പോയി കാണാം. നല്ല ക്വാളിറ്റി ഒക്കെ ആയിരുന്നു. ബെറ്റർ പടം. ധൈര്യമായിട്ട് കണ്ടോ? കിട്ടുന്ന പടം. നല്ല പടം. കാണും. അടിപൊളി. നല്ല ഫിലിം. നല്ല പടം. നന്നായിട്ട് വളരെ ഇമോഷണലായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. ഇമോഷൻസ് എല്ലാം നല്ല വർക്കായിരുന്നു. നല്ല പടം. നല്ല സൂപ്പർ നല്ല കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല മൂവി. അടിപൊളി സീനായിരുന്നു. തിരിക്കാനും പറയാമെന്ന് പറയുമെങ്കിലും സീൻ അടിപൊളിയായി. എല്ലാം പടം മൊത്തത്തിൽ അടിപൊളിയാക്കി ചെയ്തു. നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട് പാടിയിട്ടുണ്ട് അതിൽ. അതിൽ വാഴ 2 പാടിയത് മാലച്ചെടി പാടിയില്ലേ, അത് എൻ്റെ ഫ്രണ്ടാണ്. ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. വളരെ ബോയ്സ്, സിബ്ലിങ്സ്, കൂടെ പിറന്നോർ, ആ ഒരു മൊത്തം നമ്മൾ ഫാമിലി മൊത്തം നമുക്ക് എല്ലാ തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ് ഈ പടത്തിൽ അത് കാണിച്ചിരിക്കുന്നത്. വെരി റിലേറ്റബിൾ. ഇപ്പം നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ അത് വളരെ നല്ലോണം ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ദാറ്റ്സ് ഡെഫിനറ്റ്ലി ദേർ. സോ യു ഗൈസ് ഷുഡ് വാച്ച് ഇറ്റ് ഔട്ട്. ലവ് ഇറ്റ്. സൂപ്പറാണ്. ഹിറ്റ്. നല്ല എൻജോയ്മെൻ്റ് ഉണ്ട്. ഇമോഷണലാണ്. കുട്ടിക്കാലം ഓർമ്മപ്പെടും. സൂപ്പർ മൂവി. മ്യൂസിക്കൊക്കെ സൂപ്പർ. അന്നേരം എവിടെ ഒരു കല്ലേടി ഒന്നുമില്ല. മ്യൂസിക്കൊക്കെ നല്ല സീനായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അടിപൊളി. സൂപ്പർ മൂവി. നല്ല മൂവി. ഫാമിലി ആയിട്ട് കാണേണ്ട മൂവിയാണ്. ആക്ച്വലി കുറേ ഇമോഷൻസ് ഉണ്ട്. നല്ല കുറേ കോമഡി ഉണ്ട്. യൂത്തിന് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഞങ്ങൾക്കും ഒക്കെ കണക്ട് ആവും. കാരണം ഞങ്ങൾ ഈ കാലം കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ. സൂപ്പർ ഓസം മൂവി. ഭയങ്കര സന്തോഷം. ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു. ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഹാപ്പി. പിന്നെ നമ്മുടെ KG കാറ്റഗറിക്ക് ഭയങ്കരമായിട്ട് പിന്നെ അടിപൊളി. നല്ല പടമാണ്. പ്രേക്ഷകർ എന്തായാലും കാണേണ്ടത് മിസ്സാവാത്ത പടമാണ്. വാഴ 1-ന് ശേഷം വാഴ 2 അത്ര കമ്പാക്ക് ആണല്ലോ പടത്തിൻ്റെ. അപ്പോൾ എത്ര അടിപൊളിയായിട്ട് വരാമെന്നുള്ള സംഭവം. ഹാറ്റ്സ് ഓഫ് ടു ഫുൾ ടീം. ചേട്ടൻ ജനറേഷനും കാണാൻ പറ്റിയ പടം. ഒരു നല്ല മെസ്സേജ് ഉണ്ട്. എല്ലാ സോങ്സും നല്ല സോങ്സാണ്. ഞങ്ങളുടെയും സോങ് ഉണ്ട്. കേട്ടിരുന്നോ പാട്ട്? ഫൈറ്റ് സീൻസ് ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ കാണുന്ന പോലെയുള്ള നമ്മൾ നാട്ടിൻപുറത്തെ തല്ല് അത്രേ ഉള്ളൂ. അതായത് പ്ലാൻഡ് ഫൈറ്റ് സ്റ്റണ്ട് അങ്ങനെയല്ല. നാട്ടിൻപുറത്തെ തല്ല് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് നഷ്ടപ്പെടും. വേണ്ട. അതെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ തകർക്കില്ല. അതെ, നല്ല പടം. സൂപ്പർ. അടിപൊളി. തീർച്ചയായും സൂപ്പർ. ഗംഭീരം. നല്ല പടം. അടിപൊളി പടം. ഉണ്ട്. കാരണം ഇതിൽ കാനഡയിലേക്ക് ആൾക്കാർ പിള്ളേർ പോകാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും അവിടെയും ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാടാണ് വെച്ചാൽ ബെറ്റർ എന്നുള്ളത് എടുത്ത് കാണിച്ചിട്ടുണ്ട് അവർ.
നല്ല പടം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു പടത്തിന് പോകാൻ പറ്റിയില്ല, നല്ല സന്തോഷമുണ്ട്. ഇനി നല്ലൊരു തുടക്കമാവട്ടെ, നല്ല പടമാണല്ലോ. പ്രേക്ഷകരോട് മസ്റ്റ് വാച്ചാണ്, പടം കാണണം. ഒന്നാം ഭാഗം നമ്മളെല്ലാവരും കണ്ടാണ്, രണ്ടാം ഭാഗം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കണം. ഇമോഷൻസ് വെക്കാൻ നല്ല ഇമോഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ഷൻസ് ആയാലും അടിപൊളിയാണ്. നമുക്ക് ഇമോഷൻസ് വർക്കാവും നല്ല രീതിയിൽ. പിന്നെ ഇങ്ങനെ ഒരു പടത്തിന് ഭാഗം പറ്റിയതിൽ ഭയങ്കര സന്തോഷം.